ക്ലിയർ കെമിസ്ട്രി എന്ന ചാനലിൽ CBSE 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 4 ചാപ്റ്ററുകളും വളരെ എളുപ്പത്തിൽ ഏത് വിദ്യാർത്ഥിക്കും പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ ചാപ്റ്ററായ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് നമുക്കിന്ന് തുടങ്ങാം. ഇതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒപ്പം ഇക്വേഷൻസ്, അതിൻ്റെ ബാലൻസിങ്, ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, പിന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ, പിന്നെ ഡേ ടു ഡേ ലൈഫിലെ ഓക്സിഡേഷൻ റിയാക്ഷൻസിനെ കുറിച്ച്. അപ്പോൾ അതിൽ കെമിക്കൽ റിയാക്ഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിലൂടെ കടന്നു പോകുന്നുമുണ്ട്. അതിൽ പ്രധാനമായും ഉള്ളത് ഒന്ന്, ഗ്രേപ്സിൻ്റെ ഫെർമെൻറ്റേഷൻ. നിങ്ങൾക്കറിയാം, വൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ മുന്തിരിപ്പഴത്തിൽ നിന്ന് നമുക്ക് പുതിയൊരു സാധനമാണ് ഉണ്ടാകുന്നത്. അതൊരിക്കലും തിരിച്ച് മുന്തിരിപ്പഴത്തിലേക്ക് പോവുകയില്ല. അതുകൊണ്ട് തന്നെ വൈൻ എന്ന് പറയുന്ന വൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഒരു കെമിക്കൽ ചേഞ്ചാണ് അതിനകത്ത് സംഭവിക്കുക. ആ റിയാക്ഷൻ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അതുപോലെ ഡൈജഷൻ ഓഫ് ഫുഡ്, റെസ്പിറേഷൻ, മിൽക്ക് തൈരാകുന്ന പ്രോസസ്സ്, ഇതെല്ലാം തന്നെ പുതിയ സബ്സ്റ്റൻസുകൾ ഉണ്ടാകുന്നു. പഴയ സബ്സ്റ്റൻസിൻ്റെ നേച്ചറും ഐഡൻറ്റിറ്റിക്കും മാറ്റം വരുന്നു, അഥവാ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നു. ഇങ്ങനെ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്ന ഏതൊരു റിയാക്ഷനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്നുകൂടി പഠിക്കാം. കെമിക്കൽ റിയാക്ഷനിൽ സാധാരണ ഏതൊരു റിയാക്റ്റിംഗ് സ്പീഷീസുകളുണ്ട്. റിയാക്റ്റിംഗ് സ്പീഷീസുകൾ എന്ന് പറഞ്ഞാൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ റിയാക്റ്റൻറ്റുകൾ എന്നാണ് വിളിക്കുക. പുതുതായി ഉണ്ടാകുന്ന സബ്സ്റ്റൻസുകൾ, ന്യൂലി ഫോംഡ് സബ്സ്റ്റൻസുകളെ പ്രോഡക്റ്റുകളെന്നും വിളിക്കും. അപ്പോൾ ഏതൊരു കെമിക്കൽ റിയാക്ഷനിലും റിയാക്റ്റൻറ്റുകൾ പ്രോഡക്റ്റായി മാറും. അവർ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻറ്റിൻ്റെ ഒരു സ്വഭാവവും പ്രോഡക്റ്റിന് ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇനി കെമിക്കലി നടക്കുന്ന അല്ലെങ്കിൽ CBSE ടെക്സ്റ്റിൽ ആക്ടിവിറ്റി ബേസ്ഡ് കൊടുത്തിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ കെമിക്കൽ റിയാക്ഷൻ ബേണിംഗ് ഓഫ് മെഗ്നീഷ്യം എന്നുള്ളതാണ്. ബേണിംഗ് മീൻസ് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ എന്നാണ്. ബേണിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനാണ്. അപ്പോൾ മെഗ്നീഷ്യം ഓക്സിജനുമായി റിയാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മെഗ്നീഷ്യം ഓക്സിജനിൽ കത്തുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? ആ കത്തുന്ന ഫ്ലെയിമിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രോഡക്റ്റിൻ്റെ സ്വഭാവത്തിന് അല്ലെങ്കിൽ പ്രോഡക്റ്റിന് എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? മെഗ്നീഷ്യം എന്ന് പറയുന്ന മെറ്റലിൻ്റെ തിളക്കം, മറ്റ് പ്രത്യേകതകളും ആ പ്രോഡക്റ്റിനുണ്ടാകുമോ? നമുക്കൊന്ന് നോക്കാം. ആദ്യം മെഗ്നീഷ്യം റിബൺ എടുക്കും. മെഗ്നീഷ്യം റിബൺ ശരിക്കും ഒരു സിൽവറല്ല, ഒരു ഗ്രേ കളേർഡ് സബ്സ്റ്റൻസ് ആണ്. അത് നമ്മൾ നല്ലവണ്ണം ക്ലീൻ ചെയ്യണം. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതിനെ ക്ലീൻ ചെയ്യണം. കാരണം മെഗ്നീഷ്യം ഒരു റിയാക്റ്റീവ് മെറ്റൽ ആയതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് ഓക്സൈഡ് കോട്ട് മെഗ്നീഷ്യം റിബണിൻ്റെ പുറത്ത് ഫോം ചെയ്തിട്ടുണ്ടാവും. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് ബേൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനെ ക്ലീൻ ചെയ്തതിന് ശേഷം അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ശരിക്കും അത് കത്തുന്ന ഫ്ലെയിമിൻ്റെ കളർ ഡാസിലിംഗ് വൈറ്റ് ഫ്ലെയിം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഒരു തിളങ്ങുന്ന ഫ്ലെയിമോട് കൂടിയാണ് അത് കത്തുക. ഉണ്ടാകുന്ന ന്യൂലി ഫോംഡ് സബ്സ്റ്റൻസ് ഒരു വൈറ്റ് പൗഡറാണ്. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നത് കറസ്പോണ്ടിങ് ഓക്സൈഡാണ്. മെഗ്നീഷ്യം ആയതുകൊണ്ട് ഉണ്ടായ ഓക്സൈഡ് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന വൈറ്റ് പൗഡറാണ്. അതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. അപ്പം മെഗ്നീഷ്യം റിബൺ എന്തുകൊണ്ട് റിയാക്ഷന് മുമ്പ് ക്ലീൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ഫോം ചെയ്യുമെന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് ഫ്ലെയിമിൻ്റെ പ്രത്യേകത എന്നുള്ളത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ റിയാക്ഷൻ ലെഡ് നൈട്രേറ്റും പൊട്ടാസ്യം അയഡൈഡും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷനെ കുറിച്ചാണ്. ലെഡ് നൈട്രേറ്റ് ഒരു കളർലെസ് സബ്സ്റ്റൻസ് ആണ്. പൊട്ടാസ്യം അയഡൈഡും കളർലെസ് ആണ്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത് ലെഡ് അയഡൈഡാണ്. അത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്. ഈ റിയാക്ഷനിൽ കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചു എന്നതിൻ്റെ തെളിവ് കളർ ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ്. കളറില്ലാത്ത 2 സബ്സ്റ്റൻസുകൾ ചേർന്നപ്പോൾ കളർഡ് ഒരു സബ്സ്റ്റൻസ് ഫോം ചെയ്തു. ഇതാണ് അവിടുത്തെ പ്രത്യേകത.
ഇനി മൂന്നാമത്തെ റിയാക്ഷൻ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് സിങ്ക് HCl ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിങ്കിൻ്റെ ക്ലോറൈഡ് എന്ന സോൾട്ടും ഒപ്പം ഹൈഡ്രജൻ എന്ന ഗ്യാസും ഇവോൾവ് ചെയ്യും. ഈ റിയാക്ഷനിൽ ഗ്യാസിൻ്റെ ഇവല്യൂഷൻ നടന്നു. ഇനി സിങ്കും സൾഫ്യൂറിക് ആസിഡും റിയാക്ട് ചെയ്യുമ്പോൾ സൾഫ്യൂറിക് ആസിഡിൻ്റെ സോൾട്ടായ സിങ്ക് സൾഫേറ്റ് എന്ന സോൾട്ടും ഒപ്പം ഹൈഡ്രജൻ ഗ്യാസും ഇവോൾവ് ചെയ്തു. ഇത് 4 റിയാക്ഷൻസ് ആണ് ടെക്സ്റ്റിൽ ഉള്ളത്. അതല്ലാതെ ഒരു റിയാക്ഷനും കൂടി ടീച്ചർ പറയുകയാണ്. കാൽഷ്യം ഓക്സൈഡ് വെള്ളവുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്. ഈ റിയാക്ഷനിൽ എനോർമസ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഇവോൾവ്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് സംഭവിക്കും. ഇതെല്ലാം തന്നെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഓരോ കെമിക്കൽ റിയാക്ഷനും ഓരോ പ്രത്യേകതയാണ്. ഈ റിയാക്ഷനുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷനുകളിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് ഉറപ്പ് വരുത്തുന്നത് 4 പ്രധാനപ്പെട്ട ഒബ്സർവേഷനിലൂടെയാണ്. ആ 4 പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസ് ഏതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. 1. ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, ദാറ്റ് മീൻസ് ഫിസിക്കൽ സ്റ്റേറ്റ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് റിയാക്റ്റൻസിലും പ്രോഡക്ട്സിലും ഫിസിക്കൽ സ്റ്റേറ്റിലും മാറ്റങ്ങൾ വരാം. അതുപോലെ ചേഞ്ച് ഇൻ കളർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 നിറമില്ലാത്ത സബ്സ്റ്റൻസ് ചേർന്ന് നിറമുള്ള സബ്സ്റ്റൻസ് ഉണ്ടാകാം. 3. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, നമ്മൾ നേരത്തെ കാൽഷ്യം ഓക്സൈഡിൽ വെള്ളം ഒഴിച്ച കാര്യം പറഞ്ഞില്ലേ, അതിൽ ഹീറ്റ് ഇവോൾവ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ടെമ്പറേച്ചർ വേരിയേഷൻ വരാം. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് വരാം. പിന്നെ സിങ്കും ആസിഡുകളുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഹൈഡ്രജൻ ഇവോൾവ് ചെയ്ത റിയാക്ഷൻ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിലെല്ലാം ഗ്യാസുകളുടെ എവല്യൂഷൻ സംഭവിക്കാം. ഈ 4 പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസ് ആണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമുക്ക് ഉറപ്പ് വരുത്തി തരാൻ ഉപയോഗിക്കുന്നത്. ഇതും ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കെമിക്കൽ ഇക്വേഷൻസിലേക്കൊന്ന് പോയാലോ. കെമിക്കൽ ഇക്വേഷൻസ് എന്താണ്? കെമിസ്ട്രിയിൽ ഇക്വേഷൻസിന് പ്രാധാന്യം എന്താണ്? കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായി ഒരു കെമിക്കൽ റിയാക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതാണ് കെമിക്കൽ ഇക്വേഷൻ. ദ സിംപ്ലസ്റ്റ് വേ ഓഫ് റെപ്രസെൻറ്റിംഗ് എ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ ഇക്വേഷൻസ് പ്രധാനമായും 3 തരത്തിൽ നമ്മൾ എഴുതാറുണ്ട്. 1. വേർഡ് ഇക്വേഷൻ, 2. സ്കെലിറ്റൽ ഇക്വേഷൻ അഥവാ അൺബാലൻസ്ഡ് ഇക്വേഷൻ, 3. ബാലൻസ്ഡ് ഇക്വേഷൻ. 1. വേർഡ് ഇക്വേഷനെ കുറിച്ച് പറയുമ്പം ആ ഇക്വേഷൻ ആ വാക്കിൽ തന്നെയുണ്ട്. ഇക്വേഷൻസ് നമ്മൾ വേർഡ്സിലാണ് എഴുതുന്നതെങ്കിൽ അതാണ് വേർഡ് ഇക്വേഷൻ. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ റിയാക്റ്റൻസും പ്രോഡക്റ്റുകളും വേർഡ്സിൽ റെപ്രസെൻ്റ് ചെയ്താൽ അങ്ങനെ കിട്ടുന്ന ഇക്വേഷൻസ് വേർഡ് ഇക്വേഷൻ. ഉദാഹരണത്തിന് മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ എഴുതുന്നു വേർഡ്സിൽ തന്നെ, ഗീവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഇതൊരു വേർഡ് ഇക്വേഷനാണ്. ഇനി അത് സ്കെലിറ്റൽ ഇക്വേഷൻ അഥവാ അൺബാലൻസ്ഡ് ഇക്വേഷനിലേക്ക് മാറുമ്പോൾ നമ്മൾ അതിൻ്റെ സിമ്പലുകളും ഫോമുലകളും ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം മെഗ്നീഷ്യം ഓക്സിജൻ മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന വേർഡ് ഇക്വേഷനെ സ്കെലിറ്റലാക്കുമ്പോൾ മെഗ്നീഷ്യത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് Mg പ്ലസ് ഓക്സിജന് പകരം O2, ഫോം ചെയ്യുന്ന മെഗ്നീഷ്യം ഓക്സൈഡിന് പകരം MgO, അതായത് Mg പ്ലസ് O2 ഗീവ്സ് MgO. ഇതാണ് ഏത് ഇക്വേഷൻ? സ്കെലിറ്റൽ ഇക്വേഷൻ. ഇനി ബാലൻസ്ഡ് ഇക്വേഷൻ ആകുമ്പോൾ കുറച്ചും കൂടി വ്യക്തത വരുന്നു ബാലൻസ്ഡ് ഇക്വേഷന്. ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് തരുന്നത് റിയാക്റ്റൻ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസും പ്രോഡക്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസും ഈക്വൽ ആക്കിക്കൊണ്ടുള്ള ഇക്വേഷനാണ്. അങ്ങനെ റിയാക്റ്റൻ്റ് സൈഡിലെയും പ്രോഡക്റ്റ് സൈഡിലെയും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വലാകി നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുമെങ്കിൽ അവിടെ ഒബേ ചെയ്യുന്ന ഒരു ലോ ഉണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഈ നിയമം അനുസരിച്ച് മാത്രമേ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാൻ പറ്റൂ. ആറ്റങ്ങൾ 2 സൈഡിലും ബാലൻസ്ഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാസുകളും ഈക്വൽ ആയിക്കോളും. ഉണ്ടോ? അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം റിയാക്റ്റൻ്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും തുല്യമാക്കി വേണം ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതാൻ. ഇപ്പം Mg പ്ലസ് O2 ഗീവ്സ് MgO. അതിൽ ഓക്സിജൻ റിയാക്റ്റൻ്റ് സൈഡിൽ 2 മെഗ്നീഷ്യം പ്രോഡക്റ്റ് സൈഡിൽ 1 ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യാൻ മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ഫ്രണ്ടിൽ ഒരു 2 കൊടുക്കും. അങ്ങനെ അപ്പോൾ മെഗ്നീഷ്യം 2 റിയാക്റ്റൻ്റ് സൈഡിലുള്ള മെഗ്നീഷ്യത്തിൻ്റെ ഫ്രണ്ടിലും 2 കൊടുക്കണം. അപ്പോഴാണ് അതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആയത്.
ഇനി കെമിക്കൽ ഇക്വേഷൻസ് എഴുതുന്നതിനുള്ള റൂൾസിനെ കുറിച്ചാണ്. നിയമങ്ങൾ എന്തൊക്കെയാണ്? റിയാക്റ്റൻസ് എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ എഴുതണം. ഒന്നാമത്തെ റൂൾ അതാണ്. ഒന്നിൽ കൂടുതൽ റിയാക്റ്റൻറ്റുകൾ ഉണ്ടെങ്കിൽ പ്ലസ് സൈൻ കൊണ്ട് വേർതിരിക്കണം. പ്രോഡക്റ്റുകൾ എപ്പോഴും റൈറ്റ് ഹാൻഡ് സൈഡിലേ എഴുതാൻ പാടുള്ളൂ. അവിടെയും ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റഡ് ബൈ എ പ്ലസ് സൈൻ. ഇനി റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ സെപ്പറേറ്റഡ് ബൈ ആൻ ആരോ പോയിൻറ്റിംഗ് ടുവേഴ്സ് ദി പ്രോഡക്റ്റ്. ഈ റൂളുകൾ ഒബേ ചെയ്തുകൊണ്ട് മാത്രമേ നമ്മളൊരു കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പാടുള്ളൂ. ഇനി ഒരു കെമിക്കൽ റിയാക്ഷനെ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആക്കുന്നത്? കൂടുതൽ കാര്യങ്ങൾ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും? അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഒന്നാമത്തെ കാര്യം, റിയാക്റ്റൻറ്റുകളുടെയും പ്രോഡക്റ്റുകളുടെയും ഫിസിക്കൽ സ്റ്റേറ്റുകൾ വ്യക്തമായി അവരോടൊപ്പം എഴുതിയിരിക്കണം. ഉദാഹരണത്തിന് മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഈസ് എ സോളിഡ്, സോ ബ്രാക്കറ്റിൽ എസ് എന്ന് സ്പെസിഫൈ ചെയ്യണം. മഗ്നീഷ്യത്തിൻ്റെ ചുവട്ടിൽ ഓക്സിജൻ ഗ്യാസ് ആണ്, ജി എന്ന് സ്പെസിഫൈ ചെയ്യണം. മഗ്നീഷ്യം ഓക്സൈഡ് ഈസ് എഗെയിൻ സോളിഡ് ആണ്, എസ് എന്ന് സ്പെസിഫൈ ചെയ്യണം. ഇങ്ങനെ ഫിസിക്കൽ സ്റ്റേറ്റുകളായ സോളിഡിന് എസും, ലിക്വിഡിന് എല്ലും, ഗ്യാസിന് ജിയും, അക്യൂസിന് എ ക്യു. അക്യൂസ് മീൻസ് വെള്ളത്തിലുള്ള സൊല്യൂഷൻ. എ ക്യൂവും നമ്മൾ കൊടുക്കണം ബ്രാക്കറ്റിൽ. അതുപോലെ റിയാക്ഷൻ കണ്ടീഷൻസ്, ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ്, ഇങ്ങനെ ഏതെങ്കിലും റിയാക്ഷൻ കണ്ടീഷൻസ് ഒരു റിയാക്ഷനിലുണ്ടെങ്കിൽ ഏത് ആരോയാണോ റിയാക്റ്റൻറ്റിനും പ്രോഡക്റ്റിനും ഇടയ്ക്ക് വെക്കുന്നത് ആ ആരോയുടെ മുകളിലും താഴെയുമായി റിയാക്ഷൻസ് കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഈ നിബന്ധനകൾ കൃത്യമായും പാലിക്കണം. എങ്കിൽ മാത്രമേ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ കെമിക്കൽ ഇക്വേഷൻസ് എഴുതുമ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, റിയാക്റ്റൻസ് എന്താണ്, പ്രോഡക്റ്റ് എന്താണ് എന്ന് കിട്ടും. റിയാക്റ്റൻറ്റുകളുടെ ഫിസിക്കൽ സ്റ്റേറ്റ് നമുക്ക് കിട്ടും, പ്രോഡക്റ്റുകളുടെ ഫിസിക്കൽ സ്റ്റേറ്റ് കിട്ടും. പിന്നെ റിയാക്ഷൻസ് കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ടെമ്പറേച്ചറോ പ്രഷറോ കാറ്റലിസ്റ്റോ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും കിട്ടും. ഇത്രയൊക്കെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഇക്വേഷൻസിൽ വരുന്ന ഇമ്പോർട്ടൻസ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ടീച്ചർ പഠിപ്പിച്ച ഇത്രയും ഭാഗം നിങ്ങൾക്ക് വ്യക്തമായി കാണും എന്ന് ടീച്ചർ കരുതുന്നു. എന്ത് സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കണ്ട. കൂടാതെ ടീച്ചറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.